നമസ്കാരം. ജോർദാനിലെ അബ്ദുള്ള രണ്ടാമൻ രാജാവിന്റെ അമേരിക്ക സന്ദർശനം ഒരുപാട് വലിയ കൗതുകമാണ് അറബി ലോകത്ത് ഉയർത്തിയത്, ലോകത്തെമ്പാടും. കാരണം ട്രംപ് അധികാരം ഏറ്റെടുത്തതിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു അറബി നേതാവ് അവിടെ എത്തുന്നത്. ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആദ്യം എത്തി, അതിനുശേഷം എത്തുന്ന അറബ് നേതാവ് എന്ന നിലയിൽ അദ്ദേഹം എന്താണ് സംസാരിക്കുന്നത്, അദ്ദേഹത്തോട് ട്രംപിന് എന്താണ് പറയേണ്ടത്, ഇതെല്ലാം വലിയ കൗതുകമായിരുന്നു. ട്രംപ് താൻ എന്നും പറഞ്ഞിരുന്ന കാര്യങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചയായി താൻ പറഞ്ഞുകൊണ്ടിരുന്ന ഗാസയെ ഏറ്റെടുക്കും എന്നത് കുറച്ചുകൂടി അർത്ഥശങ്കക്കിടയില്ലാത്ത രീതിയിൽ രാജാവിനോടും പറഞ്ഞു, ജോർദാൻ രാജാവിനോടും പറഞ്ഞു. ജോർദാൻ നമുക്കറിയാം ചെറിയ രാജ്യമാണ്, ഇസ്രായേലിന് കിഴക്കുള്ള രാജ്യമാണ്. അത്ര ശക്തമായ ഒരു രാജ്യമെന്ന് പറയാനാവില്ല. അമേരിക്കയുടെ വലിയ തോതിലുള്ള സഹായം ലഭിക്കുന്നുണ്ട്. അത് മാത്രമല്ല, 2000-കളിൽ മുല്ലപ്പൂ വിപ്ലവം ആഞ്ഞടിച്ചപ്പോഴും ഭരണകൂടങ്ങൾ കടപുഴകാതെ നിന്നതിൽ ഒരു ഭരണകൂടം ജോർദാന്റെയാണ്. അതുകൊണ്ട് അമേരിക്ക ജോർദാന്റെ ആകമാന സംരക്ഷണം ഏറ്റെടുത്തുകൊള്ളും. ഇസ്രയേലുമായി അതിർത്തി പങ്കിടുന്നു എങ്കിൽ പോലും കാര്യമായ അലോസരങ്ങളില്ലാതെ ചരിത്രപരമായി യുദ്ധം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അലോസരമില്ലാതെ നിൽക്കുന്ന ഒരു രാജ്യമാണ് ജോർദാൻ. അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഒരുപോലെ വിശ്വസിക്കാവുന്ന കൂട്ടത്തിലുള്ള ഒരു അറബ് രാജ്യം. ട്രംപിന്റെ ഗാസ പദ്ധതിയിൽ ഗസയിൽ നിന്ന് കുടിയൊഴിപ്പിക്കുന്ന, താൽക്കാലികമായിട്ടാകാം പെർമനന്റ് ആയിട്ടാകാം, കുടിയൊഴിപ്പിക്കുന്ന 23 ലക്ഷം പേരെ അധിവസിപ്പിക്കാനായി ഡൊണാൾഡ് ട്രംപ് കണ്ടുവച്ച 2 രാജ്യങ്ങളിൽ ഒന്നാകുന്നു ജോർദാൻ. ജോർദാൻ രാജാവ് അക്കാര്യം കൃത്യമായി പറഞ്ഞു. ഞങ്ങൾക്ക് പലസ്തീനിയൻസിനെ, അതായത് ഗസയിൽ നിന്ന് കൊണ്ടുവരുന്നവരെ അധിവസിപ്പിക്കാൻ ആവില്ല. അത് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത രീതിയിൽ പറഞ്ഞു. പക്ഷെ അതേസമയം അമേരിക്ക ഗാസ ഏറ്റെടുക്കുന്നു, അമേരിക്ക അത് വില കൊടുത്ത് വാങ്ങുന്നു, അത് പൂർണ്ണമായും തങ്ങൾ എതിർക്കും എന്ന രീതിയിൽ ജോർദാൻ രാജാവ് പറയുന്നതുമില്ല. ഇവിടെ ഈ 2 നൂൽപ്പാലത്തിലൂടെയുള്ള സഞ്ചാരമാണ്. ഈ നേതാക്കൾ പറയുന്നതനുസരിച്ച് വേണമല്ലോ നമുക്ക് അതിന്റെ പൊരുൾ തിരിച്ചെടുക്കാൻ. അപ്പൊ ഇവിടെ എന്തായിരിക്കാം സംഭവിക്കുന്നത്? ട്രംപിന്റെ റിയൽ എസ്റ്റേറ്റ് പദ്ധതികളിൽ ഇപ്പോൾ ഏറ്റവും പ്രമുഖ സ്ഥാനത്ത് നിൽക്കുന്നത്, ആവർത്തിച്ചുള്ള പ്രസ്താവനകളിലൂടെ നമ്മൾ കാണാൻ സാധിക്കുന്നത്, അത് ഗ്രീൻലൻഡ് അല്ല, പാനമ കനാൽ അല്ല, കാനഡ അല്ല, മറിച്ച് ഗാസയാണ്. അത് ഞങ്ങളുടേതാണ്, ഞങ്ങൾ ഇങ്ങെടുക്കും എന്ന് പറയുമ്പോൾ അത് ഏതാണ്ട് അമേരിക്കയുടേതായി മാറി എന്ന മട്ടിലാണ് ട്രംപ് സംസാരിക്കുന്നത്. അത് മറ്റൊരു രാജ്യത്ത് കിടക്കുന്ന സ്ഥലമാണ്, മറ്റൊരു ജനതയുടെ ഭൂമിയാണ്. അതൊക്കെ മനസ്സിലിരിക്കെ തന്നെ ട്രംപ് ഇത് പറയുമ്പോൾ എന്താവാം ജോർദാന്റെ മനസ്സിലുള്ളത്? ജോർദാന്റെ അയൽ രാജ്യമാണല്ലോ സൗദി അറേബ്യ. സൗദി അറേബ്യക്ക് എന്താണ് പറയാനുള്ളത്? ഈ 2 രാജ്യം, സൗദി അറേബ്യ കുറച്ചുകൂടെ കർശനമായിട്ട് പറഞ്ഞു കഴിഞ്ഞു, അതിനുള്ള ആവതുണ്ട് സൗദിക്ക്. സൗദി അറേബ്യയുടെ ആത്യന്തിക ഭരണാധികാരി മുഹമ്മദ് ബിൻ സൽമാൻ പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങൾക്ക് ഇസ്രയേലുമായി സൗഹൃദം ഉണ്ട്, എതിർപ്പില്ല, പക്ഷേ ഇസ്രയേലിന്റെ ഗാസ നയം, പാലസ്തീൻ നയം ഞങ്ങൾ അംഗീകരിക്കുന്ന പ്രശ്നമില്ല. ജെറുസലേം കേന്ദ്രമാക്കി, അതായത് കിഴക്കൻ ജെറുസലേം കേന്ദ്രമാക്കി ഒരു സ്വതന്ത്ര പരമാധികാര പലസ്തീൻ നിലവിൽ വരുന്നത് വരെ ഞങ്ങൾക്ക് ഇസ്രയേലുമായി ഔപചാരികമായ ഒരു സ്നേഹബന്ധം ഉണ്ടാവില്ല എന്ന നിലയിൽ സൗദി അറേബ്യയുടെ പ്രഖ്യാപനം വന്നു കഴിഞ്ഞു. അത് മാത്രമല്ല, ഐക്യരാഷ്ട്ര സംഘടനയിൽ അംഗത്വം ഉൾപ്പെടെയുള്ള ഒരു പുനരുദ്ധാന പദ്ധതിയാണ് സ്വതന്ത്ര പരമാധികാര പലസ്തീൻ. ഓസ്ലോ കരാർ അനുസരിച്ച് 93-ലെ ഓസ്ലോ കരാറിന്റെ പശ്ചാത്തലത്തിൽ രൂപീകരിക്കുന്ന ഒരു രാജ്യം. അത് യുദ്ധം കഴിഞ്ഞു, അല്ലെങ്കിൽ സമാധാനം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു, വീണ്ടും വെടിപൊട്ടുമെന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളുണ്ട്. ഫെബ്രുവരി മാസം 15-ാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് മുമ്പ് ബന്ദികളെ കൈമാറിയില്ല എങ്കിൽ അവിടെ സർവനാശം എന്ന രീതിയിൽ ട്രംപ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നിലവിൽ വളരെ സ്ട്രെയിൻഡ് പീസാണ്, ഇടയ്ക്കിടെ ആക്രമണങ്ങളുള്ള ഒരു സ്ട്രെയിൻഡ് പീസാണ് ഗാസയിലുള്ളത്. ഗാസയിൽ നിന്ന് ആരെയും മാറ്റിയിട്ടുമില്ല, ഒഴിപ്പിച്ചിട്ടുമില്ല. ഈ വീഡിയോയുടെ പ്രധാന ഇതിവൃത്തം എന്ന് പറയുന്നത് ജോർദാൻ രാജാവിന്റെ അമേരിക്ക സന്ദർശനവും സൗദി അറേബ്യക്ക് അമേരിക്കയോടും ലോകത്തോടുമായി പറയാനുള്ളതും ഇനി വരാൻ പോകുന്ന അറബി ഉച്ചകോടി, അത് ഉടനെ തന്നെ ഉണ്ടാകും. അറബി ഉച്ചകോടിയിൽ അറബി ലോകത്തിന് മൊത്തത്തിൽ എടുക്കാവുന്ന തീരുമാനവുമാണ്. നമുക്ക് അറബി ലോകത്തേക്ക് തന്നെ വരാം. ജോർദാന്റെയും സൗദിയുടെയും കാര്യം പറഞ്ഞ സ്ഥിതിക്ക് അറബി ലോകത്തേക്ക് വരാം. അറബികൾ വലിയ വൈവിധ്യമുള്ള ജനവിഭാഗമാണ്. എല്ലാ അറബികളും ഒരേപോലെ ചിന്തിക്കണമെന്നില്ല. പക്ഷേ പലസ്തീന്റെ കാര്യം വരുമ്പോൾ പൊതുവെ അറബി രാജ്യങ്ങൾ, വടക്കൻ ആഫ്രിക്കയിലും പടിഞ്ഞാറൻ ഏഷ്യയിലുമായി ചിതറിക്കിടക്കുന്ന 30-ൽ പരം അറബി രാജ്യങ്ങൾ ഒരേ ശ്വാസത്തിൽ പറയുന്നു, പലസ്തീൻ എന്ന അറബി പ്രദേശത്തിന് സ്വാതന്ത്ര്യത്തിനുള്ള അർഹതയുണ്ട്, അവർക്കൊരു ഭൂമി ഉണ്ടാവണം, അത് തീർച്ചയായും ഉടനടി നടപ്പാക്കണം.
അത് എങ്ങനെ എന്നതിലാണ് അവർക്ക് അഭിപ്രായ വ്യത്യാസം. കാരണം പലപ്പോഴും ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്തപ്പോൾ അറബികൾ വേർപിരിഞ്ഞു നിന്ന് യുദ്ധം ചെയ്തതുകൊണ്ടും അവർ തമ്മിൽ മൂപ്പിളന തർക്കങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ടുമാണ് ആ ഒരു വൈരുദ്ധ്യത്തെ പിടിച്ചാണ് ഇസ്രായേലിന് അറബികളെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞത്. ഇത് നേരിട്ടുള്ള യുദ്ധ സാഹചര്യമല്ല. ഇപ്പോൾ പ്രോക്സികളെ ഉപയോഗിച്ച് അറബ് ലോകത്തിന് പുറത്തു നിന്നുള്ള ഒരു ശക്തി, അത് ഇറാനാണ്. ഇറാൻ അറബ് ലോകത്തെ സംഘർഷങ്ങൾ ഇടപെടുന്നു എന്ന കോമൺ പരിഭവം ഉണ്ട്. ഇസ്രായേലിനോടുള്ള വിയോജിപ്പ് ഉള്ളപ്പോൾ തന്നെ അറബി അല്ലാത്ത എന്നാൽ മുസ്ലിം രാജ്യമായ അറബ് ലോകത്തിന് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന ഇറാന്റെ ഇടപെടലിനെ അവർ വലിയ തോതിൽ ദുഃഖിതരാണ്, ഖിന്നരാണ്. അത് മാത്രമല്ല കുറച്ചൊക്കെ ആത്മവിമർശനം അറബ് ലീഗിൻ യോഗങ്ങളിൽ നടക്കുകയുണ്ടായി. ഇനി ഇപ്പോഴത്തെ അറബ് ലോകത്തിന്റെ ഒരു പൊതു ചിന്ത എന്ന് പറയുന്നത് എന്ത് വിധേനയും തങ്ങളുടെ സഹോദരന്മാരായ പലസ്തീനിയൻസിനെ അധിവസിപ്പിക്കാൻ, പുനരധിവസിപ്പിക്കാൻ ഒരു പ്ലാൻ തയ്യാറാവണം. അതിന് കൃത്യമായ പ്ലാൻ, ഗാസ ഗവർണൻസ് പ്ലാൻ എന്ന ഒരു പ്ലാൻ ഈജിപ്ത് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഗാസ ഗവർണൻസ് പ്ലാൻ, അത് പലസ്തീന് മുഴുവൻ വിഷയമല്ല. ഗാസ ഗവർണൻസ് പ്ലാൻ അത് ഈജിപ്ത് അതിന്റെ ഔട്ട്ലൈൻ പുറത്തുവിട്ടിട്ടില്ല. ആ ഗാസ ഗവർണൻസ് പ്ലാനും അറബ് ലോകത്തെ വിവിധ രാജ്യങ്ങൾ കൊണ്ടുവരുന്ന പുനരധിവാസ പാക്കേജ് ഉണ്ട്. ഇവരിൽ ഒന്നും തന്നെ ഏതെങ്കിലും ഒരു അറബ് രാജ്യത്തേക്ക് താൽക്കാലികമായി ഗാസ നിവാസികളെ കൊണ്ടുവന്ന് അവരെ പാർപ്പിച്ചതിന് ശേഷം ഗാസയെ വെടിപ്പാക്കി പുനർനിർമ്മിച്ചതിന് ശേഷം ഗസൻസിന് തന്നെ തിരിച്ചു കൊടുക്കാം എന്ന് ഒരിടത്തും പറയുന്നില്ല. കഴിഞ്ഞ ദിവസം ജോർദാൻ രാജാവ് കിങ് അബ്ദുള്ള രണ്ടാമൻ ട്രംപിനോട് പറഞ്ഞത് ഗാസയിലെ ആളുകളെ 23 ലക്ഷം പേരെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഗാസയുടെ റീകൺസ്ട്രക്ഷൻ നടത്തണം എന്ന് ട്രംപിനോട് സ്നേഹപൂർവ്വം ഉപദേശിച്ചു. ട്രംപ് പറഞ്ഞു സാധ്യമല്ല, അവരെ പുറത്താക്കും. അങ്ങനെയെങ്കിൽ അവരെ ബലം പ്രയോഗിച്ച് അമേരിക്ക പുറത്താക്കാൻ ശ്രമിച്ചാൽ ഈ പറയുന്ന അറബ് രാജ്യങ്ങൾ ഗാസയുടെ സംരക്ഷണത്തിന് എത്തുമോ? ഹമാസ് പൊയ്ക്കൊള്ളട്ടെ, ഹമാസ് ഗാസയുടെ ഒരു വിഭാഗം മാത്രമാണ്. മുഴുവൻ ഗാസയും ഹമാസ് ആണെന്ന് പറയാനാവില്ലല്ലോ. ഗാസയിൽ എങ്ങനെ തീവ്ര ചിന്തകളൊന്നും ഇല്ലാത്ത ആളുകളും ഉണ്ടാവും. അപ്പൊ ഗാസയെ മുഴുവനായി സംരക്ഷിച്ചു നിർത്താൻ അറബ് ലോകം ഒരിക്കൽ കൂടി വരുമോ? പലസ്തീൻസിനെ സംരക്ഷിക്കാനായി മുൻകാലങ്ങളിൽ അറബി ഐക്യനിര 1948-ലും 67-ലും 73-ലും ഒക്കെ നടന്നതുപോലെയുള്ള കമ്പൈൻഡ് യുദ്ധങ്ങളിലൂടെ മാത്രമേ ഒരുപക്ഷെ അമേരിക്കയോ ഇസ്രായേലിനെയോ അവിടുന്ന് തടഞ്ഞു നിർത്താനാവൂ. പക്ഷെ എന്റെ ഉത്തരം സാധ്യതയില്ല എന്നാണ്. അതിനുള്ള പ്രധാന കാരണം അറബ് ലോകത്തെ മിക്ക രാജ്യങ്ങളും അമേരിക്കയോട് ഒളിഞ്ഞും തെളിഞ്ഞും സൗഹാർദ്ദം പുലർത്തുന്ന രാജ്യങ്ങളാണ്. അതിൽ പ്രധാനം ഓയിൽ ട്രേഡ് ആണ്, അല്ലെങ്കിൽ ഓൺ സെക്യൂരിറ്റിയാണ്. അവിടുത്തെ തന്നെ ഭരണകൂടങ്ങളെ അവിടുത്തെ ജനകീയ പ്രക്ഷോഭത്തിലൂടെ മറിച്ചിടാതിരിക്കാനായി അമേരിക്ക നൽകുന്ന ഒരു തരം സംരക്ഷണമുണ്ട്, ഒരു സൈനിക കവചമുണ്ട്. അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ നൽകുന്ന വിവരമാണ്. അതാണ് ഒന്ന്. സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ രാജാക്കന്മാർ, UAE, ബഹ്റൈൻ ഒക്കെയുള്ള രാജാക്കന്മാര് അമേരിക്കയെ പൂർണ്ണമായി തള്ളിപ്പറയാനാവില്ല. അതാണ് സത്യം. അല്ല എങ്കിൽ ചിലപ്പോൾ അവിടെയുള്ള ചില പുതിയ മൂവ്മെന്റുകൾ, സിവിൽ സൊസൈറ്റി മൂവ്മെന്റ് ഒക്കെ ജാസ്മിൻ റവല്യൂഷൻ കൊണ്ടുവരുന്ന അറബി വസന്തം കൊണ്ടുവന്നത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ഭരണകൂടങ്ങൾ അട്ടിമറിക്കപ്പെടാതെ സംരക്ഷിക്കാനുള്ള ഒരു നിയോഗമുണ്ടെങ്കിൽ അത് അമേരിക്കയ്ക്ക് മാത്രമേ ചെയ്യാനാവൂ. ചൈനയ്ക്കോ റഷ്യക്കോ അത്ര കാലത്തിൽ അറബ് ലോകത്തെ കാര്യങ്ങൾ മനസ്സിലാവില്ല എന്നതാണ് അവിടെയുള്ള ഒരു ചിന്ത. അതൊന്ന്. രണ്ട്, അറബികളുടെ പ്രത്യേകിച്ചും അറബി എമീർമാരുടെ, കിങ്ങുമാരുടെ, ഷെയ്ഖുമാരുടെ ഒക്കെ വലിയ തോതിലുള്ള സ്വകാര്യ നിക്ഷേപം, രാഷ്ട്രത്തിന്റെ അല്ല സ്വകാര്യ നിക്ഷേപം വികസിത ലോകത്തുണ്ട്. പ്രത്യേകിച്ചും യൂറോപ്പിലും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലും കാനഡയിലും ഒക്കെ ഉണ്ട്. അത് സംരക്ഷിച്ചു നിർത്തണമെങ്കിൽ അവരുമായി തുടർന്നും സൗഹൃദ ബന്ധം പാലിക്കേണ്ടതുണ്ട്. എന്നാൽ ജനകീയ ഒരു ആഗ്രഹമാണ് തങ്ങളുടെ സഹോദരന്മാരെ പലസ്തീനിയൻസിനെ നിലനിർത്തുക എന്നത്. അതിൽ നിന്നും പിന്നോക്കം പോകാൻ ആർക്കുമാവില്ല. അതൊരു റെറ്ററിക് എന്ന നിലയിൽ അവർ വീണ്ടും വീണ്ടും ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ജോർദാൻ രാജാവിന്റെയും സൽമാൻ രാജാവിന്റെയും, അതായത് സൗദി അറേബ്യയുടെയും ജോർദാന്റെയും രാജാക്കന്മാരുടെ തീരുമാനങ്ങൾ പ്രസക്തമാകുന്നത്. അതോടൊപ്പം തന്നെ ഈജിപ്ഷ്യൻ ലീഡർഷിപ്പിന്റെ തീരുമാനവും വളരെ പ്രസക്തമാണ്. അതുകൊണ്ട് ഇനിയിപ്പോ വരുന്ന അറബി ഉച്ചകോടിക്ക് മുൻപായി കൃത്യമായ ഒരു പാക്കേജ്, ട്രംപ് പറഞ്ഞതിന് ബദലായ, കുടിയൊഴിപ്പിക്കാതെ പലസ്തീൻ ജനതയെ അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ അതിന്റെ പുനരുദ്ധാനം അറബി ലോകത്തിന് ഏറ്റെടുക്കാനാവുമോ? അമേരിക്ക മേഖലയ്ക്ക് പുറത്തുള്ള, അറബി അല്ലാത്ത, മതപരമായി പോലും മുസ്ലിം രാജ്യമല്ലാത്ത
അമേരിക്കയ്ക്ക് ഇതിലെന്ത് കാര്യം എന്ന് ഉച്ചത്തിൽ ചോദിക്കാൻ അറബി ലീഗിന് കഴിയുമോ എന്നതാണ് ചോദ്യം. അങ്ങനെയെങ്കിൽ ഒരു ഓൾട്ടർനേറ്റ് പ്ലാൻ വേണം. നമ്മളൊരു പ്ലാൻ മുന്നോട്ട് വയ്ക്കുന്നു. ട്രംപ് ഒരു പ്ലാൻ മുന്നോട്ട് വെച്ചു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആ പ്ലാൻ എത്ര സ്വീകാര്യമല്ല എങ്കിൽ പോലും നമുക്കൊന്നും, ഞാൻ ഉൾപ്പെടെയുള്ള ആരും അത് സ്വീകാര്യമായ പ്ലാനായി കരുതുന്നില്ല. പക്ഷേ ഒരു പ്ലാൻ മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് വേണ്ട എന്ന് പറയാൻ എളുപ്പമാണ്. പക്ഷേ അവിടെ പുനരുജ്ജീവനം നടക്കണം, പുനരുദ്ധാനം നടക്കണം, റീകൺസ്ട്രക്ഷൻ നടക്കണം. ഗാസയിൽ തകർന്നു കിടക്കുകയാണ്. അവിടുത്തെ ജനങ്ങൾക്ക് ജീവിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാകണം. അങ്ങനെയെങ്കിൽ അതിനെ ഉടച്ചു വാർക്കുന്നത് ആരാണ്? അപ്പോൾ ട്രംപിന്റെ പദ്ധതിക്ക് ബദലായി ഗാസ ഗവർണൻസ് പ്ലാൻ അല്ലെങ്കിൽ ഗാസ റീകൺസ്ട്രക്ഷൻ പ്ലാൻ ദാറ്റ് നീഡ്സ് മണി. പണം ഒരു പ്രശ്നമല്ല. സൗദി അറേബ്യയും UAEയും കുവൈറ്റും ഒക്കെ വിചാരിച്ചാൽ പണം ഒരു പ്രശ്നമല്ല എന്ന് ഏത് കൊച്ചുകുട്ടിക്കും അറിയാം. അപ്പം they can pump in money to Gaza for the reconstruction of Gaza. പക്ഷെ ആരും വ്യക്തമായ ഒരു ഔട്ട്ലൈൻ സമർപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇതൊരു വലിയ ഗൂഢാലോചനയാണോ, അമേരിക്കയുടെ ആത്യന്തികമായി അമേരിക്കയുടെ ഇംഗിതം നടന്നുകൊള്ളട്ടെ എന്ന രീതിയിലുള്ള ഒരു ഗൂഢാലോചനയാണോ എന്ന രീതിയിൽ ഉള്ള ഒരു ചിന്ത പലയിടങ്ങളിലുമുണ്ട്. ആ ചിന്ത നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ് ജോർദാൻ രാജാവിന്റെയും സൗദി രാജാവിന്റെയും ഒക്കെ പ്രഖ്യാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ. ട്രംപ് പിന്നോട്ടില്ല എന്ന് പ്രത്യേകമായി ചിന്തിക്കുന്ന ഈ അവസരത്തിൽ നമ്മൾ 15-ാം തീയതി, ഫെബ്രുവരി മാസം 15-ാം തീയതി ട്രംപ് കൊടുത്ത അൾട്ടിമേറ്റം പിന്മാറ്റം, ഗാസയിലെ ബന്ദികളുടെ കൈമാറ്റം നടന്നില്ല എങ്കിൽ അവിടെ ഹോൾ ഹെൽ ബ്രേക്ക് ലൂസ് എന്ന ട്രംപിന്റെ പ്രഖ്യാപനം അടുത്ത് വരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഒരു സമാധാന പദ്ധതി, റീകൺസ്ട്രക്ഷൻ പദ്ധതി മുന്നോട്ട് വെക്കാൻ അറബ് രാജ്യങ്ങൾക്ക് കഴിയുമോ എന്ന ഒരു ആലോചനയായിരുന്നു ഈ വീഡിയോ.